പത്മ അവാർഡുകൾ ഇന്ന് സമ്മാനിക്കും. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെ 132 പേരാണ് രാജ്യത്തെ ആദരവ് ഏറ്റുവാങ്ങുന്നത്. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡുവിന് ഭരതനാട്യം നർത്തകി ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിനും പത്മവിഭൂഷൺ നൽകും. മരണാനന്തര ബഹുമതിയായി സാമൂഹിക ശാസ്ത്രജ്ഞൻ ബിന്ദേശ്വർ പഥക്കിന് പത്മവിഭൂഷൺ പുരസ്കാരം നൽകും. രാജ്യത്തെ ആദ്യ വനിതാ ജഡ്ജിയും തമിഴ്നാട് ഗവർണറുമായ ഫാത്തിമ ബീവി, നടൻ മിഥുൻ ചക്രവർത്തി, ഗായിക ഉഷ ഉദിപ്പ്, BJP നേതാവ് ഒ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷൺ നൽകും. ഡോക്ടർ സീതാറാം ജിൻഡാൽ, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ തേജസ് മധുസൂദൻ പട്ടേൽ, മുൻ ഉത്തർപ്രദേശ് ഗവർണർ രാം നായിക്, ചിത്രൻ നമ്പൂതിരിപ്പാട്, ഗുരുമുനി നാരായണ പ്രസാദ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തിരുവിതാംകൂർ രാജകുടുംബം കർഷകൻ സത്യനാരായണൻ വേളേരി എന്നിവരും പത്മ പുരസ്കാരം ഏറ്റുവാങ്ങും. കലാ, സാമൂഹ്യ പ്രവർത്തനം, പൊതുകാര്യങ്ങൾ, ശാസ്ത്രം, വ്യാപാരം, വ്യവസായം, വൈദ്യം, സാഹിത്യം, വിദ്യാഭ്യാസം, കായികം, സിവിൽ സർവീസ് തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച സേവനങ്ങൾ നടത്തുന്നവർക്കാണ് പത്മ പുരസ്കാരങ്ങൾ നൽകുന്നത്. എല്ലാ വർഷവും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത്.